നന്ദു നന്ദു അറ്റാക്ക് ചെയ്യണ്ട. ബോള് മിഡില്, ബോള് മിഡില്. അറ്റാക്ക് ചെയ്യണ്ട, ബോള് മിഡില്. അത് വാ വരും വരും. കളിക്കാൻ ലെങ്ത് റെഡി, ലെങ്ത് റെഡി. അമലെ ഷോർട്ടായി പോയി. ധോണി കയറ്റോടാണ്. ചാവുമ്പോ
അശ്വാകെ ഇതൊക്കെ അവിടെ കണ്ടാ മതി. ഡിഫൻസ് ഒന്നുകിൽ ആ ഡിഫെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പൊ ഡിഫൻസ് ഇങ്ങനെ തന്നെ കളിച്ചു. അങ്ങനെയല്ല തിരുവാതിരല്ല ഡിഫൻസ്, ബാക്ക് ഫുഡ് ഡിഫൻസ്.
ബോൾ വാ. 10 മിനിറ്റ് ആയ ലാസ്റ്റ് ബോൾ. അമല എറിയാൻ പറ്റുമോ? നീ എറിഞ്ഞോടാ. ഇപ്പൊ ഇനി ഒരുത്തൻ കയറി അപ്പർ കട്ടിന്റെ പൂരം ഇവിടെ ഉണ്ട്. ബാക്ക് ഫുട്ട് ഡിഫൻസ് ഞാനാണ് നിന്നെ പഠിപ്പിച്ചല്ലേ? വീഡിയോ എടുത്ത് അയച്ചു. ആ വീഡിയോ ഉണ്ടോ? പ്രശ്നമാണോ കണ്ടു കളിക്കണല്ലോ. സഞ്ജുവിനാവുന്നൊരു പ്രശ്നം. ഫേവറേറ്റ് ഷോട്ട്. ബാലൻസ് ഇല്ല. ട്രൈ ചെയ്യാം. ആ നീ ഹെൽമെറ്റ് വെച്ചു. 5 വിക്കറ്റ് ഉണ്ട് രണ്ടുപേർക്കും കൂടി. 15 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യും. ഗള്ളിയുടെ ഔട്ടാണ്. ഗള്ളിയുടെ ഔട്ടാണ്. പിച്ചിങ് ഔട്ട് സൈഡ്. പാഡ് ഫസ്റ്റ്. ഗള്ളി പോകുന്നു. ഞാൻ ഇവിടെ വന്നുള്ളൂ. ഗള്ളി പോകുന്നുണ്ട്. അത് പിച്ചിങ് ഔട്ട് സൈഡ് ഇല്ലെങ്കിൽ ഔട്ട്. അത് പിച്ചിങ് ഔട്ട് സൈഡ്. ആദ്യം പാഡിലല്ലോ ഉണ്ട്. അശ്വാകെ ഇവിടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 5 ഓവർ 15 മിനിറ്റ് 2 ഓവർക്കും കൂടെ 5 വിക്കറ്റ്. എനിക്കറിയാൻ പറ്റും. പിന്നെ നീ അറിയോ? അത് അറിയും. ഒരു ബാറ്റ്സ്മാൻ 2 ഓവർ കളിച്ച് ചേഞ്ച് ചെയ്യേ. ആദ്യം തുടങ്ങി അല്ലെങ്കിൽ 1 ഓവർ കളിച്ച്. 2 ഓവർ ഇല്ലെങ്കിൽ 2 ഓവർ കളിച്ച്. അശ്വാക് നിനക്ക് ഫസ്റ്റ് സ്ലിപ്പ് സെക്കൻഡ് സ്ലിപ്പ്? ഫസ്റ്റ് സ്ലിപ്പ് ഉണ്ട്. സ്പിന്നിന് ഷോർട്ട് ലെഗ് ഉണ്ട്. ഷോർട്ട് ലെഗ് ഇത് ലെഗ് സ്ലിപ്പ്. ഓക്കെ ബാ. ഷോർട്ട് ലെഗ് എന്ന് പറയുമ്പോൾ തൊട്ട് സൈഡ് ഹെൽമെറ്റ്. അമലേ അഞ്ച് വിക്കറ്റ് ഉണ്ട്. 15 മിനിറ്റ്. ആ 2 പേർക്ക് കൂടെ 5. ഓ വെൽ പ്ലേഡ് അശ്വാകൻ. അതെ സ്റ്റമ്പിങ് ആണോ അവിടെ? അവൻ പറയണല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കൊല്ലത്തൊക്കെ ക്രീസ് പിച്ചിന് അടുക്കാണ്. വെൽ പ്ലേഡ്. ലവ്ലി. ഷോൾഡർ ബെൻഡ് ആവുന്നുണ്ടോ? കുറച്ചുകൂടി ഷോൾഡറിന്റെ മുകളിൽ ഹെഡ് വെച്ചിട്ടേ കുറച്ചൊന്ന് ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വെയിറ്റിങ്ങിൽ കൊടുക്കുമ്പോൾ ആ ഹെഡ് തിരിച്ചാവുന്ന പ്രശ്നം മാറും. കറക്റ്റ് കുറച്ചുകൂടെ ഒന്ന് തിരിച്ചു പറ്റത്തില്ല. കുറച്ചൊരു സ്ട്രെസ് കൊടുക്കണം. കുറച്ച് ശരിയാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി ഓപ്പൺ സ്റ്റാൻസ് അല്ലേ? കുറച്ച് ഇവിടെ നിന്ന് എറിയുന്നോണ്ടാണ് കുറച്ച് ഓപ്പൺ ആയിട്ട്. എന്നാ ഓപ്പൺ ചെയ്ത് നോക്കും. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് അത്ര ഒന്നും വേണ്ട. ഇത്ര ഓപ്പൺ ചെയ്തു തല കറക്റ്റ് എന്നിട്ട് ബൗളിംഗ് ഓഫ് കളിക്കാൻ വരും. വിരാട് കോഹ്ലി ഓപ്പണാണ്. പക്ഷെ അത് ട്രിഗറാണ് വിരാട് കോഹ്ലി. ഹെഡ് പൊസിഷൻ സ്ട്രൈറ്റ് ആവാൻ ഇനി ആ ഒരു മാർഗം കറക്റ്റായിട്ട്
കറക്റ്റ് ബൗളറിനെ ഫോക്കസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും സ്ട്രെസ് കൊടുക്കും. 10 ഓവർ കഴിയുമ്പോൾ തന്നെ കഴുത്തങ്ങ് പോകുന്നില്ലേ? കഴിഞ്ഞ ഇല്ല മറ്റു വേറൊരു ബാറ്റ് എടുക്കട്ടെ. ഇപ്പൊ പൊങ്ങച്ചടിച്ചേ ഉള്ളൂ, ബാറ്റ് കൊള്ളത്തില്ലത്. അത് 10 ഓവർ ഇല്ല, അത് യൂസ്ഡ് ആയി കഴിയുമ്പോഴേക്കും അവരിത് കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു, ബാറ്റിലായിരുന്നു വെയിറ്റ് എടുത്തോണ്ട്. അതൊരിക്കലും അതപ്പോഴേക്കും ഫുൾ വെയിറ്റ്, അതാ പ്രശ്നം. അതുകൊണ്ടാണ് തല അങ്ങോട്ട് പോകുന്നത്. മാറ്റിയെടുക്കാം, ടൈം എടുക്കും. ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇല്ലേ? തോന്നുന്നില്ല, നല്ല വ്യത്യാസമുണ്ട്. അതൊക്കെ ഡ്രിൽസൊക്കെ ചെയ്താലേ മാർക്കും. ഇന്ന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടതിനേക്കാൾ വൈഷ്ണവിൻ്റെ ബാറ്റ്. ഇന്ന് ഞാൻ സെക്കൻഡ് ഡേ അല്ലേ കാണുന്നത്. നെറ്റ്സിന് രണ്ടാമത്. ഓപ്പൺ നെറ്റ്സ് ഞാൻ കണ്ടില്ല, ഞാൻ ഫീൽഡ് ചെയ്യുമല്ലായിരുന്നു. അതും പറ്റിയതെന്ന് തോന്നുന്നറിയോ? ഏർലി ഇല്ല, ബോഡി ഓൾറെഡി അങ്ങോട്ട് പോയി. നെക്സിൽ വന്ന ബോൾ ഇത്രയും ബോഡി അങ്ങോട്ട് വെയിറ്റ് പോയി. അപ്പോഴേക്ക് ബോൾ ലൈനിൽ മിസ്സായി. എനിക്ക് തോന്നുന്നു ആര് 5 ഇപ്പൊ വല്ലതും ആയാ കളിക്കട്ടാ പ്ലേഡാ. ഇപ്പൊ കോളേജിലോട്ടാണോ പോണേ? വേറെ കോച്ചിങ് കളിച്ചു വിട് ഇതുപോലെ കളിക്കും. നാളെ വരണം 2:30. ബാറ്റില്ലേ? ബാറ്റുണ്ടോ? ബാറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ബാറ്റല്ലേ? അല്ല, ബാറ്റ് ഇല്ലെങ്കിൽ ഔട്ടാണ്. അവ ഫുൾ എനർജി ഇട്ട് എറിഞ്ഞ ബോളാ. ബാറ്റ് നല്ല ബോളായിരുന്നു. അകത്തോട്ട് ചേഞ്ച് ചെയ്യാൻ അശ്വാക്കെ. ഒരു ബോളൂടെ ഉള്ളൂ. എത്ര? ഒരു ബോളേ ഉള്ളൂ. എന്നാ അശ്വാക്ക് വിക്കറ്റ് പോകുമ്പോൾ ചേഞ്ച് ചെയ്യും. അശ്വാക്ക് ഇത്ര നന്നായിട്ട് കളിച്ചിട്ട് അങ്ങനെ കളിക്കല്ലേ? വൈഷ്ണവ് ഫസ്റ്റ് സ്ലിപ്പ് സെക്കൻഡ് സ്ലിപ്പ് ഗള്ളി. സോറി, ഫസ്റ്റ് സ്ലിപ്പ് സില്ലി പോയിന്റ് ഫസ്റ്റ് സ്ലിപ്പ്. ബാക്കിയൊക്കെ ഡീഫോൾട്ട്. ബാക്കിയൊക്കെ സ്കോർ ചെയ്തു. അടിച്ചിവിടെ ഒന്നുണ്ട്. ഷോർട്ടാക്കാതെ ഇത്ര ഷോർട്ടാക്കാതെ സമയം കൊടുക്കില്ല. എറിഞ്ഞു ഫാസ്റ്റായിട്ട്. ഓ, വെൽ പ്ലേഡ്. അത് ഫുൾ പിച്ച് ആയിട്ട്. തൊലി കൂടെ പറഞ്ഞു പോകും. വൈഡ് നടരാജനെ കണ്ടില്ല, ഇപ്പോഴും ഒന്നുമില്ല. ഇവിടെ മാത്രമേ എനക്കൊക്കെ അതുപോലെ വരുള്ളൂ. കരടി എണ്ണൊക്കെ എങ്ങനെയായിരിക്കും വന്നത്? വെൽ പ്ലേഡ്. ബിയേർഡ് ഓയിൽ തേച്ചാൽ ചിലപ്പോൾ ഇത്ര വന്നത് തേച്ചിട്ടാണ്. എന്തിനാണ് തേക്കണം? Well played. Lovely shot yaar. Balance keep Vaishnave.
ആ ഒരു പോസ്റ്റർ കീപ്പ് അനലൈസ് ചെയ്യാനാണ്, നീ തന്നെ അനലൈസ് ചെയ്യാനാണ് എങ്ങനെയാ കളിച്ചതെന്നറിയാം. ഓക്കെ, ഒരു സെക്കൻഡ്. ബിയർ എടുത്താലേ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്താണ് ഇവിടെ? വെൽ പ്ലേഡ്. കഴിഞ്ഞാ നിന്റെ സ്പിന്ന്? നേരെ നേരെ ഇറങ്ങി ഒന്ന് നേരെ അറിയാം എല്ലാ എല്ലാം അടിക്കാൻ പറ്റില്ല. ഷോട്ട് യാർ, ഷോട്ട് യാർ. ഓട്ടോ ആയിരുന്നല്ലേ? കുറച്ചുകൂടെ ലീനാവാനുണ്ടായിരുന്നു കുറച്ചുകൂടി. എയറിലടിക്കാനാണെങ്കിലും ബോളിന്റെ പിച്ചിന്റെ അങ്ങോട്ട് പോകണം, എന്നിട്ട് ലോഫ്റ്റ് ചെയ്തിടണം, അപ്പോഴേക്കും മെഡലിൽ കിട്ടും. ഇത് Well played. Vaishnav, first slip, second slip, gully. പോരെ? അവന് വേണോ ഒന്ന്? അത് ടാക്സ് അല്ലേ? വെൽ പ്ലേഡ്. സ്മിത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് വെർഷൻ. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. ഓ ലവ്ലി, ലവ്ലി. ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈഷ്ണവ് അത് കംപ്ലീറ്റ് ചെയ്യും. ഫ്രണ്ട് ഫുട്ടിൽ ഫ്രണ്ടിൽ ഡിഫെൻഡ് ചെയ്യാതെ ഫ്രണ്ടിൽ കിട്ടിയാനേ അത്. ഡ്രൈവിന് ഇല്ലെങ്കിലും അത് ഫ്രണ്ട് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. ഡ്രൈവിന് ഹാഫ് വോളി ആയിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ അത് തീരെ ലോ ആയിരുന്നു. ബോൾ ജസ്റ്റ് മൂവ് ചെയ്തിരുന്ന പ്ലംബാണ്, എൽബിയാണ്. മിഡിൽ സ്റ്റംപ്, ഓഫ് സ്റ്റംപ്, മിഡിൽ സ്റ്റംപിന്റെ ഓഫ് സ്റ്റംപിന്റെ അങ്ങനെ അല്ല. നിന്റെ ഗാർഡിനെ പറ്റി ഇവിടെ സംസാരിച്ചത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടാ, എനിക്ക് ഗാർഡിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അത് തൽക്കാലം ഞാൻ ലെഗ് എടുത്താണ് നിൽക്കുന്നത്, ബാക്ക് ഫുട്ട് ലെഗ് ആയിട്ട് നിൽക്കുന്നത്. ലെഗ് സൈഡ് വീക്ക് ആയിരിക്കുമ്പോൾ ലെഗ് എടുത്തിട്ടാണ്. അത് ഞാൻ വിചാരിച്ചു പിന്നെ പയ്യെ ക്ലിയർ ചെയ്യാം. ലെഗ് സൈഡ് ഒന്ന് സ്ട്രെങ്ത് വരുമ്പോൾ മിഡിലോട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമ്പോൾ ലെഗ് സ്റ്റമ്പിൻ്റെ ഇടയ്ക്ക് എടുക്കുക. പിന്നെ ട്രിഗർ ഉണ്ടെങ്കിൽ എപ്പോഴും ലെഗ് സ്റ്റമ്പിൽ തന്നെ എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ സ്റ്റമ്പിന്റെ ഇപ്പുറത്ത് നിന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നാലും ലീഗലി പ്രശ്നമൊന്നുമില്ല. നിനക്ക് സ്റ്റമ്പിന്റെ പുറകിൽ വേണമെങ്കിലും പോയി നിൽക്കാം. സ്റ്റമ്പിന്റെ പുറകിൽ പോയി നിൽക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ നിൽക്കാമോ? എന്നിട്ട്
ബോൾ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അടിക്കണം. ബ്രാഡ് ഹെഡിനെ ഒരിക്കൽ ചെയ്തതാണ് സ്റ്റമ്പിന്റെ പുറകിൽ. ഡേയ് കൈ എന്തിന് ഇത്രയും ദൂരം വെക്കണ? കൈ എന്തിന് സ്മിത്തിന് പഠിക്കണ? ആ തറയിലടി ബാക്ക് ഫുട്ടിൽ അത് കട്ട് ചെയ്യാം. ഇവിടെ കൈ അങ്ങോട്ട് പോകുമ്പോഴേ ഇവഞ്ച്വലി ബോഡി അങ്ങോട്ട് പോകും. അതാണ് സ്മിത്തിന്റെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചറിയാം. ഒരു വലിയൊരു ട്രിഗർ ഉണ്ട് സ്മിത്തിന് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കൈ അപ്പോഴും കൂടെ വരും. അതുകൊണ്ട് സ്മിത്തിന് പ്രശ്നമില്ല. നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേ ബോഡി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. ഇമിറ്റേറ്റ് ചെയ്യണല്ല, വന്നു പോണേ ആരാ സ്വിത്ത് എന്ന് അറിയത്തില്ലായിരുന്നു. ആ ഔട്ട് 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 ഇല്ല വേണ്ട പിന്നെ സ്പിന്ന് മതിയടാ. ഈ ഓവർ കഴിഞ്ഞ് ചെയ്യും അല്ലേ? എല്ലാം കഴിഞ്ഞ് സ്മിത്തിന്റെ കാര്യം പറഞ്ഞ് വന്ന് കഴിഞ്ഞ ചേട്ടാ ഗ്രേറ്റ് സ്മിത്ത് ഇല്ല, ഞങ്ങള് ലെഗ് സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. അത് കറക്റ്റ് പിച്ചിൽ വന്ന് കളിയടാ. ബോൾ എവിടെ ബൗൺസ് ചെയ്തു അവിടെ നിന്ന് കളി. ഭയങ്കര ദൂരെയാണ്, അതാണ് ബോട്ടം. ഓവർ അശോകെ കയറിക്കോ, ടൈമായി. ബാറ്റിംഗ് ആ നീ കയറിക്കോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടു വെച്ച് നീ ഇന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത്. അയ്യോ നിന്റെ